പ്രിയ, ഇത് കണ്ടില്ലേ, ഇതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കാം. എന്ത് സംശയമില്ലെങ്കിൽ പ്രിയക്കിനോട് ചോദിക്കാം. ഓക്കെ? പിന്നെ ബോസിന്റെ മുമ്പിൽ കണ്ണുകേട്ടൊക്കെ നിന്നോ, അല്ല അതിന്റെ ഗുണം കുട്ടിക്കുണ്ടാവും. അതെ, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ശമ്പളം ബോസ് തരുന്നുണ്ട്. ഐ എം ഹാപ്പി. അല്ല, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ബോസിന് ഇയാള് വളരെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ നിലനിർന്ന് നോക്കോട്ടെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, എന്റെ കാര്യത്തിൽ ഇയാൾക്ക് എന്തത്ര ആകാംക്ഷ? ഇയാൾക്ക് ചെയ്യാൻ വേറെ ജോലിയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ. ആ രേഷ്മ, സുഖം തന്നെയല്ലേ? പിന്നെ രേഷ്മയുടെ വികൃതിക്കുട്ടൻ എന്ത് പറയണു? അവനും അവന്റെ കുസൃതികളൊക്കെയായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടെന്നേ. പ്രത്യേകിച്ച് എന്ത് പറയാനാ? ഈ ഫയൽ കൊണ്ട് പോകും. ചേച്ചി കേട്ടില്ലേ അയാൾ എന്തൊക്കെയാ പറഞ്ഞു പോയത്? ഞാൻ കേട്ടു. അയാളൊരു വാപ്പോയ കോടാലിയാ. നീ അതൊന്നും കാര്യാക്കണ്ട. അതൊക്കെ പോട്ടെ, എന്തായി ഗവൺമെന്റ് ദുബായിലേക്കുള്ള വരവ്? ആ വിസിറ്റിംഗ് വിസയ്ക്ക് നോക്കുന്നുണ്ട് ചേച്ചി. പക്ഷെ പൈസയുടെ ചെറിയ ബുദ്ധിമുട്ട് കാരണം ആകെ വിഷമത്തില്ല. വിഷമിക്കണ്ട പ്രിയ, എല്ലാം ശരിയാവും. എന്താ കിഷോറെ, അണ്ടി പോയ അണ്ണാന്റെ പോലെ പ്രിയനെ വളച്ചിട്ട് വളയണില്ലല്ലേ? ഞാനാ കുട്ടിയെ വളയ്ക്കാൻ വേണ്ടി പോയതൊന്നല്ല. എന്റെ കിഷോറെ, അത്ര പെട്ടെന്ന് വളച്ചാ വളരണ കൂട്ടത്തിലൊന്നല്ല പെൺകുട്ടി. തന്റെ അഭ്യാസം ഒന്നും അവിടെ നടക്കില്ല കേട്ടോ. നമ്മുടെ ബോസിന് ആ കുട്ടിയെ നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ? ആ, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ആ, അപ്പൊ ഞാൻ പറയായിരുന്നു നമ്മുടെ ബോസിനെ എന്ന് സന്തോഷിപ്പിച്ച് നിർത്തിക്കോന്നു. ഒന്നുമില്ല. അത് കൊള്ളാം. നമ്മുടെ ബോസിന് ഈ വയസ്സാം കാലത്ത് എന്തിന്റെ സൂക്കേടാ? എടോ, ഈ കാര്യത്തില് വയസ്സും പ്രായം ഒരു പ്രശ്നമല്ല. ചിലർക്ക് വയസ്സാം കാലത്താണ് ഇത്തരം സൂക്കേടുകൾ കൂടാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ശരിയാണ്. നമ്മുടെ കാപ്പിപ്പിടി അച്ഛന്റെ ധ്യാന പ്രസംഗത്തിലേ അച്ഛൻ സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛന്റെ വീടി അടയ്ക്കാൻ ഞാൻ കാണാറുണ്ട്. അതന്നെ, വെറുതെ അല്ല നമ്മുടെ ബോസ് ഈ പെൺകുട്ടീനെ വളയ്ക്കാൻ നോക്കണതല്ലേ. പോരാത്തതിന് ഇയാളുടെ വക സ്ക്രൂ എടുക്കലുണ്ടല്ലോ. ഇയാൾ ഒരുത്തനാണ് നമ്മുടെ ബോസിനെ കുറഞ്ഞു കളിപ്പിക്കുന്നത്. എന്തിനാണ് വരുന്നത്? അങ്ങനെയൊന്നുമില്ല. വെറുതെ നമ്മുടെ ബോസ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഈ കുട്ടിയുടെ വന്നതിന് ശേഷം പുള്ളി ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് ഇവിടെ ഒന്നിന്റെയും കുറവുണ്ടാവരുത്. അവളുടെ നല്ല സമയം, അത്യാവശ്യം നല്ല സാലറി, താമസിക്കാൻ ഒരു ഫ്ലാറ്റ്, അതിൽ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? എനിക്ക് മനസ്സിലാവാത്തത്, കല്യാണം കഴിയാത്ത ഈ കുട്ടിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു ഫ്ലാറ്റ്, അതും കൂടെ ആരും താമസിക്കാൻ പാടില്ല അത്ര. അത് പിന്നെ ചെലവാക്കുന്ന കാശ് മുതലാക്കേണ്ട കളിയാണ്. പോരാത്തതിന് ബോസ് ഇടയ്ക്കിടയ്ക്ക് കാറിലെ വീട്ടിൽ കൊണ്ടുപോയാക്കലും. അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല സ്നേഹമുള്ള സ്ത്രീയാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത്, അല്ലേ? അതിനെന്റെ ഗോപാലെ, 4 കാശ് കയ്യിലുണ്ടാവുമ്പോള് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുള്ളത് ഗോപാലും ആഗ്രഹിക്കില്ല. എന്റെ ഗോപാല യോഗം വേണം. അസുഖപ്പെട്ടൊരു കാര്യമില്ല. ഗുഡ് മോർണിംഗ് സാർ. എന്താണ് രേഷ്മ, ഈയിടെയായിട്ട് നമ്മുടെ ബോസ് ഫ്രീ ആയിട്ട് കുറെ ചർച്ചകളിലൊക്കെ ഏർപ്പെടുന്നുണ്ടല്ലോ. ബിസിനസ് ചർച്ചകൾ തന്നെ ആയിരിക്കും അല്ലേ? വേറെ എന്ത് ചർച്ച ചെയ്യാനാ? എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫ്രീയാണ്. അപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരിക്കും. അതിന് ഡോർ അടച്ചിട്ട് തന്നെ വേണോ ഈ ചർച്ച? കോൺഫിഡൻഷ്യൽ ആയ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ആരെങ്കിലും ഡോറൊക്കെ തുറന്നിട്ട് സംസാരിക്കൂ? അതെ, ഞാൻ ഈ ഫയൽ ഏൽപ്പിക്കാൻ വന്നതാ. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? പ്രിയ, ആ കൺസൈൻമെന്റിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം തെറ്റാണ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഈ ഡ്രസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് പോയിട്ട് ആ സിൽക്ക് വേൾഡിൽ നിന്ന് വാങ്ങിച്ചല്ലേ? അതെ സാർ. ആ, പ്രിയക്ക് ഇത് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്, ഇഷ്ടമായിരുന്നു. ആ, പിന്നെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നുകിൽ എന്നോട് നേരിട്ട് വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ രേഷ്മയോട് ചോദിക്കുക. ഈ വായി നോക്കിയാൽ അടുത്തൊന്നും പോയി സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. അത് അത്രേ ഉള്ളൂ സാർ. ഞാൻ സാറിനോട് തന്നെയല്ലേ ചോദിക്കാറുള്ളത്. അല്ല, ഈ വരുന്ന ഞായറാഴ്ച പ്രിയയുടെ ബർത്ത്ഡേ അല്ലേ? അതെ.
സാറിന് എങ്ങനെ മനസ്സിലായി? എല്ലാവരുടെയും പേഴ്സണൽ ഫയൽ കൂടെ ഇരിക്കണേ, എല്ലാ ഡീറ്റെയിൽ അതിലുണ്ടല്ലോ. ഓ ശരിയാണല്ലോ, ഞാൻ ഓർത്തില്ല സർ. ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? പ്രത്യേകിച്ച് ഒന്നുമില്ല സർ. എന്ത് പരിപാടി? അങ്ങനെയാണെങ്കിൽ ഈ ഞായറാഴ്ച പ്രിയയുടെ ബർത്ത്ഡേ എന്റെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. എന്റെ ബർത്ത്ഡേ സാറിന്റെ വീട്ടിൽ വെച്ചോ? പ്രിയ, ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. നോക്കൂ, നോ പറയരുത്. ഇല്ല സർ, സാറിനോട് എങ്ങനെ നോ പറയാൻ സാധിക്കും? അന്ന് പ്രിയക്ക് എന്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. സർപ്രൈസ് ഗിഫ്റ്റോ? അതെന്താണ് സർ? അതെന്താണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ എന്ത് സർപ്രൈസ്? വെയിറ്റ് എല്ലാം വരുന്നുണ്ട്. പ്രിയ സീറ്റിലേക്ക് പോയിക്കോ. പിന്നെ ഞായറാഴ്ച ഒരുങ്ങി നിന്നോളൂ, ഞാൻ ഒന്ന് പിക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അവിടെ ചെന്നിട്ട് മിണ്ടാതെയൊക്കെ ഇരുന്നോളൂ. നിന്റെ വികൃതരെ നടപ്പോയി കളിക്കരുത് കേട്ടാ. നിറച്ച ആൾക്കാരുടെ സ്ഥലമാണ് ഇവിടെയൊക്കെ. അത് കാശ്മീർ ഫാമിലി ആയിരിക്കും. ആഹാ, വരൂ രശ്മ, മോനെ വാ. വരാൻ കുറച്ച് ലേറ്റ് ആയിട്ട് പ്രിയ. ഹാപ്പി ബർത്ത്ഡേ. രശ്മയുടെ പോ മാത്രമേ ഉള്ളൂ. ഹസൻ അതെ, ചേട്ടന്റെ ഫ്രണ്ടും ഫാമിലി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ അങ്ങോട്ടേക്ക് പോയി. മോനെ ഇങ്ങനെ വന്നേ, നിന്റെ കുസൃതിയൊക്കെ കുറഞ്ഞോ? അപ്പൊ കുസൃതി കുറയില്ലേ? നീ വന്നേ. അതെ, ഇന്ന് എന്താ നിന്റെ സ്പെഷ്യൽ പെർഫോമൻസ്? പാട്ട്, കഥ, ഡാൻസ്? എന്താണെങ്കിലും പറഞ്ഞാ ഞാൻ റെഡി. ആഹാ, എന്നൊരു സ്പെഷ്യൽ ഡാൻസിനെ ആയിക്കോട്ടെ. ഓക്കെ. അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടാ. സൂപ്പർ 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 സൂപ്പർ. നന്നായിട്ടുണ്ടേ. കളിക്കതോ? അടിപൊളി. ഇനി മോനെ അവിടെ ഇരിക്കും. വാ, ഇവിടെ ഇരിക്ക്. ഇങ്ങോട്ട്. അപ്പോ ഇനി നമുക്ക് അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കാം അല്ലേ? എങ്ങനെയാണ് ഇന്നത്തെ കാര്യപരിപാടി? എന്ത് പരിപാടി? സാധാരണയായിട്ട് ഇപ്പൊ എന്താ, എല്ലാരും കേക്ക് മുറിക്കുന്നു, വിഷ് ചെയ്യുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. അല്ലാണ്ട് ഇപ്പൊ എന്താ? വേറെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. നിന്നെ എവിടേക്കാണ് പോണേന്ന് എനിക്ക് മനസ്സിലായി. കുപ്പിയല്ല ഉദ്ദേശിച്ചത്. വേണം ഒരു കൽപ്പെണ്ണി എടുത്ത് കൊണ്ടുപോണ്ടാ. മമ്മി, ഇവര് പറയണ കാലുകുപ്പി അല്ല. ഡാഡി ഡെയിലി ബിസ്കറ്റ് ആ കുപ്പി പറയണത് അല്ല. ഇവിടെ മമ്മിക്ക് ഒന്നും അറിയില്ല. കണ്ടോ മോന് ബോധമുണ്ട്. മാത്രല്ല ഡാഡി വീട്ടിൽ നല്ല വീശാണെന്ന് മനസ്സിലായി. ഈശ്വരാ, ഈ ചെക്കൻ മനുഷ്യന് നാണം കെടുത്തി കൊല്ലുന്നല്ലോ. അതെ, കാലി ബോട്ടിലല്ല, നല്ല ഒന്നാം തരം ഫുൾ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ബോസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പോലെ നോക്ക്, നമ്മൾ ഇന്നോട് കൂടിയിട്ടുള്ളത് പ്രിയയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്, അല്ലാണ്ട് ഒഫീഷ്യൽ മീറ്റിംഗ് ഒന്നല്ല. നോ ഫോർമാലിറ്റീസ്, ബി ഹാപ്പി ആൻഡ് എൻജോയ്. മേഡം, കുപ്പിയൊക്കെ അവസാനം കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇവര് ഫുൾ ഫിറ്റായി വാള് വെച്ച് മേഡത്തിന് തന്നെ പണിയാവും. അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഹായ് കേക്ക്. ഇന്ന്
ഞാൻ നമ്മുടെ പ്രിയയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. സർപ്രൈസ് ഗിഫ്റ്റോ? അതെന്താണ് സാറേ? ആ അതൊക്കെ ഉണ്ട്. വെയിറ്റ്, അകത്ത് പോയി കൊണ്ടുപോവാ. നീ ഇവിടെ ഇത് പ്രിയക്ക് അറിയാവുന്ന ആളാണോ? പിന്നെ പ്രിയയുടെ ബോയ് ഫ്രണ്ടിന്റെ പ്രിയ അറിയാണ്ട് പിന്നെ വേറെ ആരറിയാനാ? ഇതാണോ ബോസ് പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഇത് തന്നെയാണ് സർപ്രൈസ് ഗിഫ്റ്റ്. ഇനി ബാക്കിയുള്ളത് ഗോഡ് വിൽ ബൈ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ പറയാം. ഞാൻ ഗോഡ്വിൻ, പ്രിയയുടെ വുഡ്ബിയാണ്. മമ്മി ഈ വുഡ്ബിന്ന് വെച്ചാൽ അഗ്നി, ഈ അങ്കിള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ആന്റി. അതാണ് കുട്ടിന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാതിരിക്കും, അതൊന്ന് പറഞ്ഞോട്ടെ. ഈ ബോസാണ് എനിക്ക് വിസ എടുത്ത് എന്നെയും കൊണ്ടുവന്നത്. പ്രിയ എടുത്ത് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതെ അതെ അതെ, ഞാൻ തന്നെയാണ് ഗോഡ്വിനോട് പറഞ്ഞത് ഇതൊരു സർപ്രൈസ് ആയി വെക്കും. ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ബോസ് എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. പ്രിയയെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് പ്രിയയെ ഞാൻ ആദ്യമായി കാണുന്ന സമയത്ത് എൻ്റെ മനസ്സൊന്ന് തെളിഞ്ഞു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഏക മകളുടെ മുഖമാണ് ഞാൻ പ്രിയയിൽ കണ്ടത്. അത് ശരി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓ, അപ്പൊ രേഷ്മയ്ക്കും ഇതിനെ കുറിച്ച് അറിയായിരുന്നു അല്ലേ? എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും മറച്ചു വെക്കുക തന്നെ വേണം. സാധാരണ പെണ്ണുങ്ങൾക്ക് രഹസ്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്നാ പറയാറ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ രേഷ്മനെ സമ്മതിച്ചു തന്നു. ഇതിനിടയിൽ നിങ്ങൾ ആരും അറിയാത്തൊരു കാര്യം നടന്നിരുന്നു. ബോസ് ഒരു ദിവസം കിഷോറിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന്. കിഷോർ എന്ത് കരുതി? ബോസിന് പ്രിയയോട് പ്രേമാണെന്ന്. ബോസ് വിചാരിച്ചു അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. അത് ശരി, അതാണ് നമ്മുടെ പ്രിയക്ക് ബോസ് നല്ല സാലറിയും വീടും സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇപ്പൊ കാര്യം പിടികിട്ടി. മനസ്സുകൊണ്ട് ഞങ്ങള് പ്രിയയെ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്തിരുന്നു. പ്രിയയുടെ അനുവാദം പോലും ചോദിക്കാതെ. നിക്ക് ഇതുവരെ ഓക്കെ. പക്ഷെ ഈ ഗോഡ്വിൻ എങ്ങനെ ഈ കഥയിൽ എത്തി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് പ്രിയക്കൊരു അഫയർ ഉണ്ടെന്ന് പ്രിയ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് സാറിനെയും മാഡത്തിനെയും ബോധിപ്പിച്ചു. അന്ന് മുതൽ ഞങ്ങൾ ഗോഡ്വിനുമായി കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രിയ അടക്കം ആരും അറിയുന്ന സാറും പാടും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ സാറിനെ പറ്റി നല്ലത് മാത്രമേ പ്രിയ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നാലും കൊച്ചു കള്ള, ഈ നിമിഷം വരെ എന്നോടൊരു വാക്ക് പോലും ഇതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. സമ്മതിച്ചു. കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ എന്നും കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അല്ലേ സാറേ? യെസ്, അതാണ് ശരി. ഗോഡ്വിൻ്റെ ഈ ക്വാളിറ്റി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ പുതിയ മാനേജരായി ഗോഡ്വിൻ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് ഗോഡ്വിനെ മാനേജറാക്കി വെക്കുന്ന കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയൂ. അത് രേഷ്മയ്ക്ക് പോലും അറിയില്ല. സാറും മാഡവും എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. എനിവേ, വെൽക്കം അവർ മാനേജർ സാർ. വെൽക്കം മാനേജർ. മമ്മി ഒരു സ്വീറ്റ് സ്റ്റോറിയിലെ ഇത് സ്വീറ്റ് സ്റ്റോറി മാത്രല്ല, ഈ അങ്കിൾമാരുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞല്ലേ നല്ലൊരു പഞ്ചാര കഥയാ.